ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നടുക്കായലിൽ ഹൗസ് ബോട്ടില് ഇന്നസെന്റ് മൂവിയുടെ ജോമോന്, അന്നപ്രസാദ്, അശ്വിന് ഇതിനെല്ലാം നമുക്ക് അവസരം ഒരുക്കി തന്നത് നമ്മുടെ സ്വന്തം ബെന്നിച്ചായന്റെ ബെൻ സോളിഡേയ്സിലാണ്. ഞാനും എന്റെ ഇന്നസെന്റ് ടീമിന്റെ പിള്ളേരും ഉള്ളത്. നമസ്കാരം. പേഴ്സണലി ഭയങ്കര ഇഷ്ടം അൽത്താഫക്ക്. ശുദ്ധന ശുദ്ധനല്ല, ശുദ്ധൻ. നമ്മൾ എപ്പോഴും ഇരുന്നുള്ള ഇന്റർവ്യൂ കണ്ടു മടുത്തില്ല ജോമോനെ? പറ, അശ്വിൻ പറ. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. അവരവരുടെ പേഴ്സണലിന്റെ കാര്യത്തിൽ കയറി ചോദിക്കും, എന്തിനാ ഇങ്ങനെ റീച്ച് ഉണ്ടാക്കുന്നേ? പഠിച്ചല്ലേ, കിട്ടി കിട്ടി പഠിച്ച് എല്ലാം കൊണ്ടുപോടാം, എല്ലാം മറക്കിക്ക് കൊണ്ടുപോകും. 20,000 ബോട്ടിന്റെ വാടക, ഫുഡ് ഏതാ കഴിച്ചു? പാലപ്പത്തുനിന്ന് എടുത്തു, 5 പാലപ്പം അന്ന, താറാവ് 2 പീസ് എടുത്തില്ലേ? കുര്യന്റെ പാട്ട് തുടങ്ങുന്നില്ലാണ്. ഉറപ്പ്. നല്ല പടം കേട്ടോ. വായെടുത്താൽ വായാടി, വാക്കെടുത്താൽ വാക്കെത്തി, പോരെടുത്താൽ പോരാളി, തോക്കെടുത്തിട്ട്. കിളിപ്പോൾ റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പുള്ളിയായിട്ട് കോണ്ടാക്ട് എടുത്ത് സംസാരിച്ച് പുള്ളി നാട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ പടത്തിൽ അഭിനയിപ്പിച്ചു. ഒരു ക്യാരക്ടർ വന്നതിലൂടെ പടത്തിനൊരു മാറ്റമുണ്ടോ? സംസാരം പിന്നെ റീച്ച്. ഇപ്പൊ നീ നമ്മളെ പിടിച്ചിരുത്തണം, നിന്റെ ചാനൽ റീച്ച് വേണം. എന്റെ പൊന്നടവ്, നിന്നെ എല്ലാരും ചതിച്ചിട്ടല്ലേ ഉള്ളു ജീവിതത്തിൽ. ടെലിവിഷൻ സമയത്തേക്ക് പൈസകളെ കൊണ്ട് ഞാൻ എഴുതാൻ പൈസ വേണ്ടേ, റൂം എടുക്കണ്ടേ, പല സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകണം കാലത്തൊക്കെ. ഞാൻ അങ്ങനെ എഴുതി ഒരു പടം അനൗൺസ് ചെയ്തു. അതിന്റെ കഥ എൻ്റെ പേരിലല്ല വന്നു. നമ്മൾ അമ്മ ഷോയിലൊക്കെ ഏകദേശം ഒരു 3 വർഷം ലാലേട്ടൻ്റെ സ്കിറ്റ് എഴുതിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ സ്കിറ്റ് എഴുതുമ്പോൾ മലയാള സിനിമയിലെ 50 പേര് ആ സ്കിറ്റിനകത്തുണ്ട്. അന്നേ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു മജയുണ്ടല്ലോ ശരിക്കും. അന്നയുടെ ഒരു ഫ്രെയിമും അന്നയുടെ ആ കണ്ണും ആ തിളങ്ങുന്ന സൗന്ദര്യവും ജനങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു രസം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു സ്റ്റെപ്പ് ഇട്ട് അന്നയ്ക്കുണ്ടാകുന്ന ഓളം ഉണ്ടല്ലോ, ജനങ്ങളുടെ മനസ്സിലും ആ ഓളം ഉണ്ടാവും. ഭയങ്കര ജെന്യൂൻ ആണ് ആള്. അതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കേസ്. അതാ ഭയങ്കര ജെന്യൂൻ. ഇവന്റെ ഉള്ളില് നമ്മളിപ്പോ ഇതിലപ്പുറം ഒരു ജോമോൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് മറുമായം. അവരെ പ്രത്യേകിച്ച് പുറലോകം അറിയാൻ പോകുന്നില്ല. ആ റൈറ്റർ എഴുതിയ കഥയാണ് നമ്മൾ ഈ സിനിമയിലോട്ട് എത്തുന്നത്. വയസ്സിനടാ, കാസിനടാ, ഗംസിനടാ, ലൈഫ് എന്നടാ, സുമ്മാ